ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള വഖഫ് നിയമ ഭേദഗതി ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച മഹാറാലിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. ഉച്ച കഴിഞ്ഞതോടുകൂടി കോഴിക്കോട് കടപ്പുറത്തേക്ക് പ്രവർത്തകർ വാഹനങ്ങളിലും ചെറിയ പ്രകടനങ്ങളായുമൊക്കെ എത്തിച്ചേർന്നു. വൈകിട്ടോടുകൂടി ബീച്ചും പരിസരവും ജനനിബിഡമായി. വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും ഒക്കെയായിട്ട് എത്തിയ പ്രവർത്തകർ പ്രതിഷേധം അലകടലാക്കി മാറ്റി. റാലി ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കാവൽക്കാരൻ തന്നെ കയ്യേറുന്ന സ്ഥിതിയാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ രാജ്യത്ത് വരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. എന്നാൽ ഈ ഭേദഗതിയിലൂടെ അത് ഇല്ലാതെ ആയിരിക്കുകയാണ്. പൗരന്റെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടമാണ്. എന്നാൽ ഇവിടെ ഭരണകൂടം തന്നെ കയ്യേറ്റക്കാരാകുകയാണ്. വഖഫ് ഭേദഗതി നിയമം വർഗീയമായും മതങ്ങൾ തമ്മിലുള്ള അകൽച്ചയും വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്രയധികം എതിർപ്പുണ്ടായ മറ്റു ബില്ലുകൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് വെറുതെ. മുഖ്യപ്രഭാഷണം നടത്തി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ BJP ഭാരതീയ നുണ പാർട്ടിയാണ് എന്ന് വിമർശിച്ചു. കർണാടകയിൽ വഖഫുമായി ബന്ധപ്പെട്ട് BJP പറഞ്ഞ നുണകൾക്ക് താൻ മറുപടി നൽകിയിട്ടുണ്ടെന്നും BJP ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുകയാണെന്നും പാവപ്പെട്ടവരെ കൊള്ളയടിച്ച് സമ്പന്നർക്ക് നൽകുന്നെന്നും ഇത് മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നിയമങ്ങളുമായി അവർ രംഗത്തെത്തുന്നതെന്നും ഐക്യത്തിലൂടെ മാത്രമേ ഇന്ത്യ വികസിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. അധ്യക്ഷത വഹിച്ച ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പൗരത്വ ബില്ല് അറബിക്കടലിലായതുപോലെ തന്നെ വഖഫ് ഭേദഗതി നിയമത്തിനും സംഭവിക്കുന്നത് അറബിക്കടൽ തന്നെയാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി. കേരള സർക്കാർ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നടത്തുകയാണ്. 2 പ്രബല വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് LDF ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. തെലങ്കാന മന്ത്രി അനസൂയ സീതക്ക, മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ KM മൊയ്തീൻ, ഖാദർ മൊയ്തീൻ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ സംഗമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത് നമുക്കറിയാം. വഖഫ് നിയമത്തെ എതിർക്കണമെങ്കിൽ അത് ബംഗാളിലല്ല ഡൽഹിയിലാണ് ചെയ്യേണ്ടത് എന്ന് മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്യുകയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ബംഗാളിലുണ്ടായ സമരത്തെ അടിച്ചൊതുക്കാനോ അതല്ലെങ്കിൽ സമാധാനത്തോടുകൂടി അവരോട് നല്ല വാക്ക് പറഞ്ഞ് അത് അവസാനിപ്പിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. ആളി കത്തിച്ചു വിടുവാണ്. കൊൽക്കത്തയിലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് മമത ഈ രൂപത്തിൽ പ്രതികരിച്ചത്. നിങ്ങൾ ശാന്തമായും സമാധാനപരമായും ഇരിക്കൂ. നിങ്ങൾക്ക് പ്രതിഷേധിക്കണമെങ്കിൽ ട്രെയിനിലോ വിമാനത്തിലോ ഡൽഹിയിലേക്ക് പോകൂ. പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും കാണാൻ ശ്രമിക്കൂ. പക്ഷേ ബംഗാളിൽ അസ്വസ്ഥതകൾ പരത്തരുത്. മമത ഇങ്ങനെയാണ് പറഞ്ഞത്. വഖഫ് ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്നും മമതാ ബാനർജി ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ബംഗാൾ BJP പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ സുകാന്ത മജുംദാർ തിരിച്ചടിച്ചു. മമതാ ബാനർജി പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലേക്ക് പോകുന്നവർ UP വഴിയാണ് പോകേണ്ടത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. യോഗി ആദിത്യനാഥാണ് UP ഭരിക്കുന്നത്. അവിടെ പ്രതിഷേധക്കാരെ അദ്ദേഹം നന്നായി നോക്കിക്കോളുമെന്നും അദ്ദേഹം പരിഹസിച്ചു. കൂടാതെ ഡൽഹി പോലീസും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കീഴിലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അരാജകത്വവാദികളായ എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന കാര്യം അവിടെ അവർക്കൊരു സ്നേഹവും ലഭിക്കില്ല എന്നതാണെന്നും മജുംദാർ പറഞ്ഞു. മുർഷിദാബാദിലെ അക്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും BJP ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തുകയാണെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചടങ്ങിൽ കള്ളപ്രചാരണം നടത്തുകയായിരുന്നു എന്നും അതിർത്തി കടന്നുവരുന്ന അക്രമികളെ തടയുന്നതിൽ BSF പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സേനയെയും പരിഹസിച്ചിരുന്നു. എന്നാൽ വഖഫ് നിയമ ഭേദഗതിക്ക് എതിരെയുള്ള കേസുകൾ കോടതി നിലനിൽക്കെ തന്നെ കോടതിയിൽ ഇപ്പോഴും കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തന്നെ ഉത്തർപ്രദേശിലെ കൗശാംബി ജില്ലയിൽ 58 ഏക്കർ വഖഫ് സ്വത്തുക്കൾ ഏറ്റെടുത്ത് സർക്കാർ ഭൂമിയായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വഖഫ് ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് മദ്രസകളും ശ്മശാനങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂമി ഗ്രാമസമാജിന്റെ പേരിലായിരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നിട്ടാണ് സർക്കാരിന്റെ പുതിയ നടപടി. ജില്ലയിലെ ആകെ 98.95 ഹെക്ടർ ഭൂമിയാണ് വഖഫ് ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഏകദേശം 58 ഏക്കർ ഭൂമി സർക്കാർ തിരിച്ചുപിടിച്ച്
സർക്കാർ ഭൂമിയായിട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പരിശോധനയ്ക്കായിട്ട് ജില്ലയിലെ 3 തഹസീൽ മേഖലകൾ അന്വേഷണ മേഖലകളായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വഖഫ് ഭൂമി തിരിച്ചുപിടിച്ച് സർക്കാർ സ്വത്തായി രജിസ്റ്റർ ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. വഖഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ മജിസ്ട്രേറ്റുകൾക്കും കൂടുതൽ അധികാരം നൽകുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി പുതിയ വ്യവസ്ഥകളുള്ള വഖഫ് ഭേദഗതി നിയമം കേന്ദ്രം പാസാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ പുതിയ നടപടി. വിവാദമായിട്ടുള്ള വഖഫ് ഭേദഗതി നിയമത്തിലെ ചില പ്രധാന വ്യവസ്ഥകളിൽ ഇടക്കാല ഉത്തരവുണ്ടാകും എന്ന സൂചന കഴിഞ്ഞ ദിവസത്തെ വാദത്തിനിടയിൽ സുപ്രീം കോടതി നൽകിയിരുന്നു. കോടതികൾ മുമ്പ് വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ സർക്കാരിനെ ഡീനോട്ടിഫൈ ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥയിലും കേന്ദ്ര വഖഫ് കൗൺസിലുകളും ബോർഡുകളിലും മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തും എന്ന വ്യവസ്ഥയിലും ഇടക്കാല ഉത്തരവുണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ മുർഷിദാബാദിലെ കലാപ പരിപാടികൾക്കെതിരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു. പശ്ചിമ ബംഗാൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്ഥിതിഗതികൾ വഷളാക്കുമ്പോൾ നിശബ്ദത പാലിക്കുകയാണെന്നും ആരോപിച്ചു. ദണ്ഡ അഥവാ വടി മാത്രമാണ് ലഹളക്കാർക്കുള്ള ഏക ചികിത്സ എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ബംഗാൾ കത്തുന്നു, എന്നിട്ട് മുഖ്യമന്ത്രി നിശബ്ദതയിലാണ്. കലാപകാരികളെ സമാധാന ദൂതന്മാർ എന്ന് വിളിക്കുന്നു. എന്നാൽ ബലം മാത്രം മനസ്സിലാക്കുന്നവർ വാക്കുകൾക്ക് ചെവി കൊടുക്കില്ല. മതേതരത്വത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ കലാപകാരികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. കഴിഞ്ഞ ഒരാഴ്ചയായി മുർഷിദാബാദ് മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും സർക്കാർ മൗനം പാലിക്കുന്നു. പ്രദേശത്തെ ന്യൂനപക്ഷ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്രസേനയെ വിന്യസിപ്പിച്ചത് അതിന്റെ പേരിൽ ജുഡീഷ്യറിക്ക് ഞാൻ നന്ദി പറയുന്നു എന്നും യോഗി പറഞ്ഞു. മുർഷിദാബാദിലെ കലാപത്തിൽ കോൺഗ്രസ് മൗനം പാലിക്കുകയാണ്. സമാജ്വാദി പാർട്ടിയും നിശബ്ദമാണ്. അക്രമത്തെ അപലപിക്കുന്നതിന് പകരം അവർ പിന്തുണയാണ് വാഗ്ദാനം ചെയ്യുന്നതെന്നും യോഗി പറഞ്ഞു. വഖഫ് ഭേദഗതി നിയമം പാസാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും യോഗി ആദിത്യനാഥ് പ്രശംസിച്ചു. വഖഫ് ഭേദഗതി നിയമം പാസാക്കി പാവപ്പെട്ടവരുടെ ഭൂമി കൊള്ളയടിക്കുന്നത് അവസാനിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഇനി വീണ്ടെടുക്കപ്പെട്ട ഭൂമി ആശുപത്രികൾ, പാവപ്പെട്ടവർക്കുള്ള വീടുകൾ, സ്കൂളുകൾ, സർവകലാശാലകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഒരു വിഭാഗം ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ ആയിരുന്നാലും സുപ്രീം കോടതിയുടെ ആയിരുന്നാലും രാജ്യത്തിന്റെ ആയിരുന്നാലും ഒരു നിയമവും ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ അനുസരിക്കില്ല. ഞങ്ങൾക്കിപ്പോഴും വേണ്ടത് 6-ാം നൂറ്റാണ്ടിന്റെ ശരീഅത്ത് നിയമമാണ് എന്ന് പറഞ്ഞ് ജനാധിപത്യ രാജ്യത്ത് കലാപമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ തടയിടേണ്ടത് ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ അത്യാവശ്യമാണ്. നന്ദി.